Dear friends, welcome to my YouTube channel Haru and Tanu. ഈ വേനൽക്കാലത്ത് നമുക്ക് തലയിൽ തേച്ച് കുളിക്കാനായിട്ട് എളുപ്പം തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്ന ഒരു ഹെയർ ഓയിലാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. തലയ്ക്ക് നല്ലൊരു തണുപ്പ് തരുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഈ ഒരു ഹെയർ ഓയിൽ തയ്യാറാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. എണ്ണ തയ്യാറാക്കാനായിട്ട് നമുക്ക് 5-6 ചെമ്പരത്തിപ്പൂവ്, ഒരു പിടി മൈലാഞ്ചി, ഒരു പിടി തുളസി ഇല, ഒരു പിടി കറിവേപ്പില, 10 നെല്ലിക്ക, പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് കയ്യുണ്യമാണ്. കയ്യുണ്യം ഞാനിവിടെ 4 പിടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ എണ്ണ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ ഞാനിവിടെ തൊടിയിൽ നിന്ന് പറിച്ചെടുത്തതാണ്. ഈ പറഞ്ഞ ചേരുവകളൊക്കെ നമ്മുടെ അടുത്തില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചമരുന്ന് കടയിൽ നിന്ന് വാങ്ങാനായിട്ട് കിട്ടും. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു വലിയ കഷ്ണം കറ്റാർവാഴ കൂടി നമുക്ക് ചേർക്കാം. നമ്മൾ ഈ എടുത്തേക്കുന്ന നെല്ലിക്ക നമുക്ക് ആദ്യം തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കണം. നമ്മുടെ തലയ്ക്ക് നല്ലൊരു തണുപ്പ് കിട്ടാനായിട്ട് നമ്മൾ ഈ യൂസ് ചെയ്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ സഹായിക്കും. ഇതിൽ ഏതെങ്കിലും ചേരുവകൾ ഇല്ലാന്നുണ്ടെങ്കിൽ സാരില്ല, ബാക്കിയുള്ള ചേരുവകൾ കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമ്മൾ ഇവിടെ എടുത്തേക്കുന്ന ഈ ചേരുവകളെല്ലാം തന്നെ ഞാനൊന്ന് നല്ലവണ്ണം വാഷ് ചെയ്തിട്ടുണ്ട്. ഇതിലുള്ള ഡസ്റ്റും ഡേർട്ടും ഒക്കെ പോകാനായിട്ട് ഇത് സഹായിക്കും. എന്നിട്ട് നമുക്ക് ഇതൊരു മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. കയ്യുണ്യം ഞാൻ വേരോട് കൂടി തന്നെയാണ് കേട്ടോ ചേർക്കുന്നത്. കയ്യുണ്യമൊക്കെ നമുക്ക് ചെറിയ ചെറിയ പീസസ് ആക്കി മുറിച്ചിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം പേസ്റ്റ് ആക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇത് പേസ്റ്റ് ആക്കി എടുക്കാൻ ആവശ്യത്തിന് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ വേണം വെള്ളം ചേർക്കാനായിട്ട്. നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം മുഴുവൻ വറ്റി വേണം നമുക്ക് എണ്ണ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ഇതിൻ്റെ സത്ത് മാത്രമാണ് നമ്മളിന്ന് എടുക്കുന്നത്. നമ്മളിന്ന് ഓയിൽ പ്രിപ്പയർ ചെയ്യുന്നത് പുറത്തെ അടുപ്പിൽ വെച്ചിട്ടാണ്. ഇതിപ്പോൾ രാത്രി 8 മണി ആയിട്ടുണ്ട് സമയം. നമ്മൾ രാത്രിയാണ് എണ്ണ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിന് മുൻപുള്ള വീഡിയോസിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും എണ്ണ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇരുമ്പ് ചീനിച്ചട്ടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് യൂസ് ചെയ്യണം. ഞാനിവിടെ ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയിലേക്കാണ് ഇതിൻ്റെ സത്ത് ഊറ്റിയെടുക്കുന്നത്, അതായത് അരിച്ചെടുക്കുന്നത്. നമ്മൾ അരിച്ചെടുത്തേക്കുന്ന ഈ ഒരു പച്ചിലയുടെയൊക്കെ സത്തിൻ്റെ ഒപ്പം തന്നെ 1 ലിറ്റർ വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം ഈ ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയോട് കൂടി തന്നെ നമുക്ക് അടുപ്പിലേക്ക് വച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് 1 ലിറ്റർ വെളിച്ചെണ്ണയാണ്. ഇനി നമുക്ക് ഈ തീയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം. അതുപോലെ തന്നെ ഈ ചീനച്ചട്ടിയിൽ കിടന്നിട്ട് ഈ സത്തും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് വരണം. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ എണ്ണയും ഈ സത്തും കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സായി വന്നിട്ട് ഇതിൻ്റെ എണ്ണ തെളിയുന്ന പാകമാകുന്നത് വരെ നമ്മൾ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കും. അങ്ങനെ എണ്ണ തെളിഞ്ഞു വരുന്ന ഒരു പാകമാകുമ്പോൾ നമ്മൾ അടുപ്പ് കെടുത്തി കൊടുക്കും. എന്നിട്ട് ബാക്കിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് നാളെയാണ്. ഇങ്ങനെ നമ്മൾ എണ്ണ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്തെന്ന് വെച്ചാൽ നമ്മൾ എടുത്തേക്കുന്ന പച്ചമരുന്നുകളുടെയൊക്കെ ഗുണങ്ങൾ ഈ ഒരു എണ്ണയിലേക്ക് ഇറങ്ങും. അതുപോലെ തന്നെ നമ്മൾ എടുത്തേക്കുന്ന ഇരുമ്പ് ചീനച്ചട്ടിയിലെ ഗുണങ്ങളും ഈ എണ്ണയിലേക്ക് ഇറങ്ങാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ എണ്ണ തെളിയുന്ന ഒരു പാകമാകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മൾ കുറച്ചു നേരം ഇളക്കി കൊടുത്തു. ഇവിടെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അടുപ്പിൽ നിന്ന് നമുക്ക് ഇരുമ്പ് ചീനച്ചട്ടി താഴത്തേക്ക് ഇറക്കി വയ്ക്കാം. അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ആ അടുപ്പിൻ്റെ ചൂട് കൊണ്ട് നമ്മുടെ എണ്ണ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ പിറ്റേ ദിവസമായിട്ടുണ്ട്. നമ്മുടെ എണ്ണയുടെ കളർ കണ്ടോ, നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിലിരുന്ന് അതിൻ്റെ നിറമൊക്കെ ഇറങ്ങിയിട്ട് ഇരുമ്പിൻ്റെ അംശമൊക്കെ ഇറങ്ങിയിട്ട് നമ്മുടെ ഓയിൽ നല്ല ഡാർക്ക് കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പൊന്ന് കത്തിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ബബിൾസ് ഒക്കെ പോകുന്നത് വരെ ഒന്ന് ഫ്ലെയിം കത്തിച്ചു കൊടുക്കണം. ബബിൾസ് ഒക്കെ നിന്നതിന് ശേഷം നമുക്ക് ബാക്കി ചെയ്യാം. ഇപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് നേരമായിട്ടോ ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിന് മുൻപുള്ള ഹെയർ ഓയിലൊക്കെ നമ്മൾ സാധാരണ പോലെ ഗ്യാസിൽ വെച്ചിട്ടാണ് ചെയ്തത്. ഇത് ഡിഫറൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അടുപ്പിൽ വെച്ച് കാണിച്ചു തന്നത്. തീർച്ചയായിട്ടും അടുപ്പിൽ വെച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് വെള്ളമുള്ളതൊക്കെ വച്ചിട്ടെടുക്കാനായിട്ട് സാധിക്കും.
ഹെയർ ഓയിലൊക്കെ നമുക്ക് എളുപ്പം തന്നെ വീട്ടിൽ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്ത് ഇതുപോലെ തന്നെ നിങ്ങൾ തയ്യാറാക്കി നോക്കൂ, വളരെ എളുപ്പമാണ്. ഇപ്പോൾ എണ്ണ മൂത്ത് വളരെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇപ്പോൾ ചീനച്ചട്ടി നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇതിന് മുൻപുള്ള നമ്മളെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ഇളം ചൂടോടുകൂടി തന്നെ എണ്ണ അരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഒരു തുണി, ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിൽ ഇതുപോലെ ഒന്ന് കെട്ടിയതിന് ശേഷം നമുക്ക് എണ്ണ ഊറ്റിയെടുക്കാവുന്നതാണ്. എണ്ണ ഊറ്റുന്നതിനെ പറ്റി ഡൗട്ടുള്ളവർ, ഞാൻ ഇതിന് മുൻപ് എണ്ണ പ്രിപ്പയർ ചെയ്ത 2-3 വീഡിയോസിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിലൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് എണ്ണ ഊറ്റിയെടുക്കേണ്ടതെന്നുള്ളത്. നമ്മുടെ മട്ടി നോക്കൂ, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം നമ്മുടെ ഓയിൽ നല്ല കറക്റ്റായിട്ട് പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ടെന്നാണ്. നമ്മുടെ മട്ടി സോഫ്റ്റ് ആയിട്ടിരുന്നാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഓയിൽ കറക്റ്റായിട്ട് മൂത്ത് വന്നിട്ടില്ല എന്നാണ്, കുറച്ചുകൂടി മൂപ്പ് വേണ്ടി വരും എന്നാണ്. നമ്മുടെ എണ്ണയുടെ ഈ ഒരു മട്ടി നമുക്ക് ആവശ്യമില്ല, നമുക്കിത് മാറ്റാം. എണ്ണയിൽ നിന്ന് ഈ ഒരു മട്ടി മാറ്റിയതിന് ശേഷം നല്ല ക്ലിയർ ആയിട്ടുള്ള എണ്ണ നമുക്ക് കുപ്പിയിൽ ഒഴിച്ചു വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. തലയ്ക്ക് നല്ലൊരു തണുപ്പ് തരുന്ന ഹെയർ ഓയിൽ നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വേനൽക്കാലത്ത് ശരീരം ചൂടാകുന്നത് വലിയൊരു പ്രശ്നമാണ് പലർക്കും. ഈ ഒരു എണ്ണ തേച്ച് തല കുളിച്ചതിന് ശേഷം നമുക്ക് നല്ലൊരു ഡിഫറൻസ് ഫീൽ ചെയ്യും. പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എണ്ണ കറക്റ്റായിട്ട് മൂത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഡൗട്ട് ഉണ്ട്, അതിൽ ജലാംശം ഉണ്ടോ എന്നുള്ളത് ഡൗട്ട് ഉണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഡൗട്ടുള്ളത് ഇതുപോലെ ഒരു അരിപ്പ വെച്ച് അടച്ചതിന് ശേഷം നല്ല വെയിലത്ത് നമ്മുടെ എണ്ണ കൊണ്ടുപോയി വച്ചാൽ മതി. അങ്ങനെ ഒരു ദിവസം നമ്മൾ പ്രിപ്പയർ ചെയ്ത എണ്ണ നമുക്ക് നല്ല വെയിലത്ത് കൊണ്ടുപോയി വയ്ക്കാവുന്നതാണ്. അങ്ങനെ ജലാംശം ഉണ്ടെങ്കിൽ ഇങ്ങനെ വെയിലത്ത് വയ്ക്കുമ്പോൾ അത് മാറിക്കിട്ടും. ഈ എണ്ണ തണുത്തതിന് ശേഷം കുപ്പിയിലേക്ക് ആക്കാവുന്നതാണ്. നമ്മൾ എണ്ണ വെയിലത്ത് നിന്ന് കൊണ്ടുവരുമ്പോൾ നല്ല ചൂടുണ്ടാവും കേട്ടോ, അതുപോലെ തന്നെ കുപ്പിയിലേക്ക് മാറ്റരുത്. കുറച്ച് നേരം ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് കുപ്പിയിലേക്ക് മാറ്റാവുന്നതാണ്. നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഡ്രൈ ആയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. നമ്മൾ എടുക്കുന്ന കുപ്പി, നമ്മൾ എടുക്കുന്ന പാത്രം, അരിക്കാൻ ഉപയോഗിക്കുന്ന തുണി എല്ലാം തന്നെ ഡ്രൈ ആയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ എണ്ണ യൂസ് ചെയ്യുമ്പോഴും നമ്മുടെ കൈയൊക്കെ ഡ്രൈ ആയിട്ട് വേണം, അല്ലെങ്കിൽ നമ്മുടെ എണ്ണ പെട്ടെന്ന് തന്നെ കാറിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ 1-2 കുപ്പിയിലാക്കിയിട്ട് നമുക്ക് എണ്ണ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. ഹോസ്റ്റലിലോ അതുപോലെ തന്നെ വിദേശത്തോ ഒക്കെ താമസിക്കുന്നവർക്ക് നമുക്ക് കൊടുത്തു വിടാൻ സാധിക്കുന്ന, വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഹെയർ ഓയിലാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻസിൽ പറയണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു ആൻഡ് തനു. ബൈ.